ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ ചന്ദ്ര പറയുകയാണ്, നമുക്ക് ശ്രീകാന്തിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിക്കൂടെ, നമുക്ക് അവനോട് ക്ഷമിച്ചൂടെ, രേവതിയോട് ക്ഷമിക്കാമെങ്കിൽ പിന്നെ എന്താ അവനോട് ക്ഷമിച്ചാലെന്ന്. ഇത് കേട്ടത് നമ്മുടെ സച്ചി, അവനെ വീട്ടിലേക്ക് വിളിക്കണമല്ലേ, നിങ്ങൾ എന്താ മനസ്സിൽ കരുതിയിരിക്കുന്നത്, അവൻ ഈ വീട്ടിൽ കയറി അവന്റെ കാല് ഞാൻ വെട്ടിക്കളയും. എടാ, അവൻ നിന്റെ അനിയതാ, അത് നീ ഓർക്കണം. ആ വിചാരം അവനുണ്ടായിരുന്നെങ്കിൽ അവൻ ഇങ്ങനെ ചെയ്യുവോ? അപ്പഴിനെ ഒഴിവാക്കാൻ ഞാൻ പലതവണ പറഞ്ഞതാ, ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ല. എന്റെ വാക്കിന് അവൻ പുല്ല് വില കൽപ്പിച്ചില്ല. അവനെ ഈ വീട്ടിൽ കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല. ആരൊക്കെ സമ്മതിച്ചാലും ഒരിക്കലും ഞാൻ സമ്മതിക്കാൻ പോകുന്നില്ല. അങ്ങനെ ആരുടെയും മനസ്സിൽ ഒരു പൂതി ഉണ്ടെങ്കിലുണ്ടല്ലോ, അവനെയും കൊല്ലും. അവനെ വീട്ടിൽ കയറ്റുന്ന ആരാണോ ആ വീട്ടിൽ കയറ്റുന്ന വ്യക്തിനെ ഞാൻ കൊല്ലും. ദീപാവലിക്ക് അവൻ ഇവിടെ എങ്ങാനും ഉണ്ടെങ്കിൽ പിന്നെ ഈ സച്ചി ജയിലിലായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മുടെ സച്ചി അങ്ങ് പോയി. അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ സുധി മനസ്സിൽ വിചാരിക്കുന്നത്, ശ്രീകാന്ത് വലിയ വീട്ടിലൊരു പെണ്ണിനെയാ കെട്ടിയേക്കുന്നത്. അയ്യോ, അവൻ അങ്ങാനും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്റെ വില കുറയും. അപ്പൊ പെട്ടെന്ന് നമ്മുടെ സുധി പറഞ്ഞു, അച്ഛാ, സച്ചി പറഞ്ഞത് ശരിയാ, ശ്രീകാന്തിനെ വീട്ടിൽ കയറ്റാൻ പാടില്ല. അവനെ വീട്ടിൽ കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും ശരിയാവില്ല. അയ്യോ മോനെ, നീ എന്താണ് ഇങ്ങനെ പറഞ്ഞത് എന്നിങ്ങനെ നമ്മുടെ ചന്ദ്രൻ ചോദിച്ചു. അപ്പൊ സുധി പറഞ്ഞു, പിന്നെ അവനെ എല്ലാവരെയും അപമാനിച്ച് ഇറങ്ങിപ്പോയിട്ട് അവനെ വീട്ടിലേക്ക് വിളിക്കണം എന്നാണോ അമ്മ ഈ പറയുന്നത്? വേണ്ട, പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രേ, അവൻ അവന്റെ ജീവിതം നോക്കിപ്പോയില്ലേ, അവൻ ആ വഴിക്ക് അങ്ങ് പോട്ടെ. അല്ലാതെ ഇനി അവനെ വിളിച്ചു കയറ്റാൻ വേണ്ടി എനിക്ക് വലിയ ഉദ്ദേശമൊന്നുമില്ല. ഇനിയിപ്പൊ അതിനെക്കുറിച്ച് ആരും ആലോചിക്കേണ്ട, ആ കാര്യം അങ്ങ് വിട്ടേരെ. നല്ലൊരു ദീപാവലി ആയിട്ട് എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്? അവനെ വീട്ടിലേക്ക് വിളിക്കണ്ട, എനിക്കും അത് തന്നെയാ പറയാനുള്ളതെന്ന് പറഞ്ഞു. ഏതായാലും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയ്ക്ക് വീണ്ടും വിഷമമായി കേട്ടോ. കാരണം ചന്ദ്രയ്ക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നമ്മുടെ ശ്രീകാന്തിനെ വർഷനെയും കൊണ്ടുവരാന്ന്. എന്നിട്ട് നമ്മുടെ രവീന്ദ്രൻ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇനി ഈ വിഷയം ഇവിടെ സംസാരിക്കരുത്, അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എല്ലായിരിക്കും എന്റെ പ്രതികരണം എന്ന് പറഞ്ഞിട്ടാണ് അങ്ങ് പോകുന്നത്. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ ലക്ഷ്മി ഉണ്ടല്ലോ, രേവതിനെ വേണ്ടി വരികയാണ്. അപ്പം ദീപാവലിക്ക് വിളിക്കാനും കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ചന്ദ്ര കാണുകയാണ് കേട്ടോ. ചന്ദ്ര കണ്ടു കഴിയുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ദേഷ്യം വരുക. ലക്ഷ്മി ആണെങ്കിൽ മോളേന്ന് വിളിച്ചോണ്ടാ കയറി വരുന്നത് കേട്ടോ. ലക്ഷ്മിനെ കണ്ട ഉടനെ തന്നെ നമ്മുടെ രേവതി അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുക. ഇനിയിപ്പോ എന്താ പ്രതികരണം എന്നറിയില്ലല്ലോ എല്ലാവരുടെയും. അപ്പം നമ്മുടെ രേവതി ചോദിച്ചു, അയ്യോ അമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? അത് പിന്നെ മോളെ ദീപാവലി അല്ലേ, അതുകൊണ്ട് നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടിയാ ഞാൻ വന്നതെന്ന് പറഞ്ഞു. അപ്പം രവീന്ദ്രൻ പറഞ്ഞു, ലക്ഷ്മി അവിടെ നിൽക്കാതെ കയറി വാ, നീ എന്തിനാ അവിടെ നിൽക്കുന്നത്, അകത്തേക്ക് കയറി വന്ന് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ ചന്ദ്ര ഇങ്ങനെ ലക്ഷ്മിയുടെ അട്ടിമുട്ടി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. ചന്ദ്രയ്ക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഏതായാലും ലക്ഷ്മി കയറി വന്ന ഉടനെ തന്നെ നമ്മുടെ ചന്ദ്ര പറഞ്ഞു, അവിടെ നിൽക്കാനാ പറഞ്ഞതെന്ന് പറഞ്ഞു. ആഹാ, എന്ത് ധൈര്യത്തിലാ നീ ഈ വീട്ടിലേക്ക് കയറി വന്നത്, നിനക്ക് എന്ത് ധൈര്യമാടി? അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രേ, നിനക്ക് എന്താ വേണ്ടത്? ഇവളുടെ മകള് കാരണമല്ലേ കുടുംബത്തോടെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നതും അപമാനം ഏൽക്കേണ്ടി വന്നതും ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നതും ഒക്കെ നിന്റെ അറിവോട് കൂടി തന്നെ ആയിരിക്കുമല്ലോടി നിന്റെ മകൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. അപ്പം നീ പറഞ്ഞു പഠിപ്പിച്ചു വിട്ട കാര്യങ്ങളായിരിക്കും അല്ലെ. ശ്രീകാന്തിന്റെ കല്യാണം നടത്തി കൊടുക്കാനുള്ള ഐഡിയ പറഞ്ഞു കൊടുത്തത് ചിലപ്പോ നീ ആയിരിക്കും, എനിക്കറിയാം. അയ്യോ ചന്ദ്രമതി, ഇങ്ങനെ വായി തോന്നുന്നു വിളിച്ച് പറയാതെ ചന്ദ്രമതി, ഒരിക്കലും ഞാനത് അറിഞ്ഞ കാര്യം പോലും അല്ല. അന്നേ ദിവസം ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല, ഞാനൊരു അമ്പലത്തിൽ പോയേക്കുമായിരുന്നു. ഞാൻ സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ ഞാൻ കല്യാണം നടത്താൻ വിടില്ലായിരുന്നു, ഉറപ്പായിട്ടും ഞാൻ വിടില്ലായിരുന്നു. എനിക്കറിയാം അതിന്റെ വേദന. അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, അതെന്താ ആന്റി അന്നേ ദിവസം ആന്റി സ്ഥലത്തില്ലാത്ത പോയത്? അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ക്ഷേത്രത്തിൽ പോയതായിരുന്നു, ദൂരെ ഉള്ളത്. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാ ലക്ഷ്മിനെ വെറുതെ ചോദ്യം ചെയ്യുന്നത്? അവക്കൊന്നും അറിയില്ല, പിന്നെ എന്തിനു വെറുതെ ചോദ്യം ചെയ്യുന്നതാ? കഴിഞ്ഞു പോയ കാര്യമല്ലേ, അതൊക്കെ അങ്ങ് വിട്ടുകളാ. ലക്ഷ്മി, അതൊന്നും നീ നോക്കണ്ട, നീ കയറി വന്നേ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ലക്ഷ്മി കയറി വന്നിട്ട് രേവതിയോട് പറഞ്ഞു, രേവതി നീ ഒരു തട്ടെടുത്തോണ്ട് വരാൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ രേവതി തട്ടെടുക്കാൻ വേണ്ടി പോയിട്ടോ, വേറൊന്നിനുമല്ല, പഴവർഗ്ഗങ്ങളൊക്കെ വെക്കാനാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി ചോദിച്ചു, അല്ല എങ്ങനെയുണ്ട്, ഇപ്പം അസുഖമൊക്കെ ഭേദമായോ? ഇപ്പൊ പ്രശ്നമൊന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോ ചന്ദ്ര പറഞ്ഞു, ചോദിക്കാൻ വന്നിരിക്കുന്നു, നിന്റെ മകൾ ഒറ്റയൊരുത്തി കാരണമാണ് എന്റെ ഭർത്താവ് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയത്, ചോദിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി കൊണ്ടുവന്ന് ആ തട്ട് കൊടുക്കാണ് കേട്ടോ. അപ്പൊ തട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ഫ്രൂട്ട്സും പല കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ആ തട്ടിനകത്ത് വെച്ചിട്ട് നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, അത് പിന്നെ ഞാന് വന്നത് എന്തിനാണെന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ രണ്ടും കൂടെ ദീപാവലിക്ക് അങ്ങോട്ടേക്ക് വരണം, ആദ്യത്തെ ദീപാവലി അല്ലേന്ന് പറഞ്ഞു.
അപ്പോഴത്തേക്കും ചന്ദ്ര ഫ്രൂട്ട്സ് ഒക്കെ നോക്കിയിട്ട് കുറെ ചീഞ്ഞ ഫ്രൂട്ട്സുമായിട്ട് വന്നിരിക്കുക. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, നീ ഒന്ന് വായടയ്ക്ക് ചന്ദ്ര, നിനക്ക് എന്താ ചന്ദ്ര വേണ്ടത്, നിന്നോടല്ലേടി ഞാൻ മിണ്ടാതിരിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ചന്ദ്ര എന്നും പറഞ്ഞൊരു തിരിഞ്ഞു കേട്ടോ. എന്നിട്ട് വീണ്ടും നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, അതെ ഞാൻ പറഞ്ഞല്ലോ ദീപാവലിക്ക് നിങ്ങൾ വീട്ടിലേക്ക് വരണം, അതിനാ ഞാൻ വന്നത്. ഇപ്പോഴുണ്ടല്ലോ ഞാനത് വിചാരിച്ചതേ ഉള്ളൂ ലക്ഷ്മി, ഇവര് രണ്ടുപേര് നിന്റെ വീട്ടിലേക്ക് രേവതിയുടെ വീട്ടിലേക്ക് വിടണമെന്ന്. ഏതായാലും ചന്ദ്ര, നീ എന്താ ചന്ദ്ര ഇങ്ങനെ ഇരിക്കുന്നത്, ഒന്ന് എണീറ്റ് മേടിക്ക്, നീ ഒരു മാന്യതയെങ്കിലും കാണിക്കാൻ പറഞ്ഞു. ചന്ദ്രയ്ക്ക് ദേഷ്യം വന്നിട്ട് ചന്ദ്ര എന്ത് ചെയ്തു, ദേഷ്യം വന്നത് ഇങ്ങോട്ട് മേടിച്ചു വെച്ചു കേട്ടോ. എന്നിട്ട് പറഞ്ഞു ലക്ഷ്മി അല്ല സോറി രവീന്ദ്രൻ പറഞ്ഞു, അവിടെ നിൽക്കാതെ ഒരു കാര്യം ചെയ്യേ ലക്ഷ്മി, നീ അവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് നമ്മൾ ലക്ഷ്മി അവിടെ ഇരുന്നത് അപ്പോഴാണ് കേട്ടോ. എന്നിട്ട് സച്ചിയോട് പറഞ്ഞു, നീയും രേവതിയും കൂടെ തലേന്ന് തന്നെ ദീപാവലിക്ക് വരണം. അത് പിന്നെ അമ്മേ എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ വരില്ല എന്ന് പറഞ്ഞു. ഒറ്റയടിക്ക് പറഞ്ഞു. ഇത് കേട്ടത് എന്തോ പോലെ ഇപ്പൊ. അപ്പം നമ്മുടെ സച്ചി വീണ്ടും പറഞ്ഞു, അത് പിന്നെ എനിക്ക് ജോലി ഉണ്ടെന്ന് അറിയാലോ, വാടകക്കാരാ ഓടിക്കുന്നത്, സ്വന്തം കാറൊക്കെ വിറ്റല്ലോ വാടക കൊടുക്കണം, ലീവാക്കി കഴിഞ്ഞാൽ അത് പ്രശ്നമാകും. എന്റെ കുടുംബം മുന്നോട്ടേക്ക് പോകണമെങ്കിൽ എനിക്ക് ആ വണ്ടി ഓടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, സച്ചി ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, നിങ്ങളൊന്ന് പോയിട്ട് വാ, നീ എന്തിനാ വെറുതെ ശാഠ്യം പിടിക്കുന്നത്, നിങ്ങൾ രണ്ടും പോകണം, നിങ്ങൾ രണ്ടും പോവുക തന്നെ വേണം. ലക്ഷ്മി, ഇവർ രണ്ടുപേരും വരും, ഞാനാ പറയുന്നത്, ഞാനാ വാക്ക് തരുന്നത്, ഇവർ രണ്ടുപേരും വന്നിരിക്കുന്നു പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മിക്ക് സന്തോഷമായിട്ടോ. അപ്പോഴത്തേക്ക് ലക്ഷ്മി പറഞ്ഞു, സന്തോഷമായിട്ടോ, എങ്കിൽ പിന്നെ ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ ഇറങ്ങട്ടെ. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, അയ്യോ ലക്ഷ്മി ചായ ഒന്നും കുടിച്ചില്ലല്ലോ, ചായ കുടിച്ചിട്ട് പോകാം. എനിക്കൊന്നും വേണ്ട, എനിക്ക് കടയിലേക്ക് പോകണം, ഇപ്പൊ തന്നെ സമയം വൈകി എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും ശ്രുതി അവിടെ നിൽക്കുന്നത് കണ്ടത് നമ്മുടെ ലക്ഷ്മി ചോദിച്ചു, അല്ല മോളെ, മോള് ദീപാവലിക്ക് വീട്ടിൽ പോകുന്നില്ലേ, മലേഷ്യയിലല്ലേ മോളുടെ വീട്, മോള് വീട്ടിൽ പോയി അച്ഛനെ കാണുന്നില്ലേ? അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ചന്ദ്രൻ ചോദിച്ചു, അതെന്തിനായിട്ട് നീ ഇപ്പൊ അതൊക്കെ ചോദിക്കുന്നത്? അല്ല, മോള് മലേഷ്യ പോകുന്നില്ലെങ്കിൽ എന്റെ വീട്ടിലേക്ക് വന്നോളൂ, ഞാൻ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോകാം, ദീപാവലി നമുക്ക് അവിടെ ആഘോഷിക്കാം, ഇവരുടെ ഫസ്റ്റ് ദീപാവലി അല്ലേ എന്ന് പറഞ്ഞു. നമ്മുടെ ശ്രുതി ആണെങ്കിൽ നിന്ന് അങ്ങോട്ട് ഉരുകാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, ഓഹോ അത് നല്ല ഐഡിയ ആണല്ലോ, എന്ത് ഇവരുടെ വീട്ടിലേക്ക് പോകുന്നതോ? ഇവരുടെ വീട്ടിലേക്ക് പോകുന്നല്ലോ, നമുക്ക് മലേഷ്യയിലേക്ക് പോകാം, നമുക്ക് മലേഷ്യയിലേക്ക് പോയി തന്റെ അച്ഛന്റെ കൂടെ ദീപാവലി ആഘോഷിക്കാം, അത് നല്ല ഐഡിയ അല്ലേ, ദീപാവലി അടിച്ചു പൊളിക്കാന്നേ, നമ്മൾ ഹണിമൂണിനൊന്നും ഇതുവരെ പോയില്ലല്ലോ. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ ശ്രുതി വീണ്ടും നിന്ന് വിറക്കാൻ തുടങ്ങി കേട്ടോ. ശ്രുതി വിറക്കുന്നത് കണ്ട് ചന്ദ്രയ്ക്ക് ശ്രുതിനെ രക്ഷിച്ചേ പറ്റൂ. അപ്പൊ ചന്ദ്ര പറഞ്ഞു, അതെ മോളെ, അച്ഛന്റെ പിണക്കൊക്കെ മാറിയില്ലേ, നിങ്ങൾ മലേഷ്യയിലേക്ക് പോയി ദീപാവലി അവിടെ ആഘോഷിച്ചിട്ട് വാ, അതല്ലേ നല്ലത്. അത് തന്നെ അമ്മേ ഞാനും പറഞ്ഞത്. അപ്പൊ ശ്രുതി പറഞ്ഞു, അല്ല ആന്റി, അത് ശരിയാവോ? ഇല്ല ആന്റി, അത് ശരിയാവൂല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, ക്ഷണിക്കാനല്ല വന്നത്, ക്ഷണിച്ചല്ല പിന്നെ എന്തിനാ ശ്രുതി മോളുടെ വായി നോക്കി നിൽക്കുന്നത്, പൊക്കോളാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, രവിയേട്ടാ ഞാൻ പോവുക, ഞാൻ വരട്ടെ, സച്ചി അങ്ങോട്ടേക്ക് വന്നേക്കണം കേട്ടോ എന്ന് പറഞ്ഞ് നേരെ പോവുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ രേവതിയും പറഞ്ഞു, ഞാനേ അമ്മേനെ ഓട്ടോ വിട്ടിട്ട് വരാച്ചാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ലക്ഷ്മിയുടെ പുറകെ അങ്ങ് പോയി കേട്ടോ. ഈ സമയത്ത് ശ്രുതിക്ക് ദേഷ്യം വന്നിട്ട് ശ്രുതി അകത്ത് കയറിപ്പോയി. അപ്പൊ ചന്ദ്ര പറഞ്ഞു, ഓരോന്ന് കയറി വന്നോളും മോളുടെ സ്വസ്ഥത കളയാനായിട്ട്, എന്തിനാണ് വെറുതെ ഇപ്പൊ ഇങ്ങോട്ടേക്ക് ഇരുന്നല്ലേ വന്നതെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ പുറകെ നമ്മുടെ ചന്ദ്രയും പോയി. അപ്പോഴത്തേക്കാണെങ്കിൽ ശ്രുതി അവിടെ നിൽക്കുക. ശ്രുതി നോക്കിയപ്പോഴത്തേക്കും ആപ്പിൾ ഇങ്ങനെ കുറെ ഇരിക്കുകയാണല്ലോ. ആപ്പിൾ ഇരിക്കുന്ന കണ്ടപ്പോ, ആപ്പിൾ കഴിച്ചാലേ ഒരു ഉന്മേഷം കിട്ടും, ഒരെണ്ണം എടുക്കാന്ന് പറഞ്ഞുകൊണ്ട് ഒരെണ്ണം ഇങ്ങനെ എടുത്തു. രണ്ടെണ്ണം എടുത്തതും ചത്തിയുടെ മുഖത്തേക്കാണ് നോക്കിയത്. അപ്പൊ രണ്ടെണ്ണം വേണ്ടല്ലേ, ഒരെണ്ണം മതി എന്ന് പറഞ്ഞ് ഒരെണ്ണം എടുത്തോണ്ടങ്ങ് പോയി. അപ്പോഴത്തേക്കും സച്ചി, എന്ത് സാധനമാണല്ലോ, ഇവൻ എന്ത് സ്വഭാവം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, സച്ചി പറഞ്ഞത് കേട്ടല്ലോ, നിങ്ങൾ ചെല്ലുമെന്ന് ഞാൻ ലക്ഷ്മിക്ക് വാക്ക് കൊടുത്തതാ, അതുകൊണ്ട് നീ പോണം, ഞാൻ പറഞ്ഞ മോൻ കേക്കില്ലേ? പോകാച്ചാ, പൊക്കോളാം, ഞാൻ രവതിനും കൂട്ടി പൊക്കോളാം, കുഴപ്പമൊന്നുമില്ല, അച്ഛൻ പേടിക്കൊന്നും വേണ്ട കേട്ടോ, അച്ഛൻ സമാധാനമായിട്ടിരിക്കും, ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞു. ചച്ചിക്ക് പോകാതിരിക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ രവീന്ദ്രനാണല്ലോ പറഞ്ഞത്. രവീന്ദ്രൻ പറഞ്ഞത് പ്രത്യേകിച്ച് അസുഖമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അനുസരിക്കുകയും ചെയ്യും. ഇതേ സമയം നമ്മുടെ ശ്രുതി കളി ഇരിക്കാൻ കേട്ടോ. ശ്രുതി ഇരിക്കുന്നത് കണ്ടിട്ട് ശ്രുതിയുടെ അങ്ങോട്ട് ചന്ദ്ര ചെന്ന് സമാധാനിപ്പിക്കാൻ ചെല്ലുന്നതാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി കരയുന്നുണ്ട് കേട്ടോ. കരയുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിച്ചിട്ട് കരയൊക്കെ വേണമല്ലോ, എങ്കിലല്ലേ അഭിനയം പൂർണ്ണമാകത്തുള്ളൂ. അങ്ങനെ നമ്മൾ ചന്ദ്ര പറഞ്ഞു, ശ്രുതി ആ പൂക്കാരിയുടെ അമ്മ പറഞ്ഞത് മോള് കാര്യമാക്കണ്ട, മോൾ എന്തിനാ അത് കാര്യമാക്കുന്നത്, അവരുടെ മോളെ കാണാൻ വന്നാൽ കണ്ടിട്ട് പോയാൽ പോരമേ, എന്തിനാ ഒരാവശ്യമില്ലാതെ എന്നോട് സംസാരിക്കുന്നത്, എനിക്കത് ഇഷ്ടമല്ല.
എന്റെ കാര്യത്തിൽ എന്തിനാ അവർ ഇടപെടുന്നത്? അതിന്റെ കാര്യമുണ്ടോ? അവരൊക്കെ അങ്ങനെയാന്നേ, അയലത്തെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് അവരുടെ ശീലം. അത് മോളങ്ങ് വീട്, മോൾ അതൊന്നും ചിന്തിച്ചുകൊണ്ടിരിക്കണ്ട. മോൾ എന്തിനാ അതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? മോളെ സുധി ആഗ്രഹിച്ചതല്ലേ? നിങ്ങൾ രണ്ടുപേരും മലേഷ്യയിലേക്കൊന്ന് പോയിട്ട് വന്നേ. രണ്ടുപേരും പോയി അച്ഛനെ ഒന്ന് സന്തോഷിപ്പിച്ചിട്ട് വാ. ഈ ദീപാവലി മലേഷ്യയിൽ അങ്ങ് ആഘോഷിക്കുക. അതിനിപ്പോ എന്താ? അത് പിന്നെ ഞാൻ പറഞ്ഞതല്ലേ ആന്റി, എന്റെ അച്ഛൻ ഇപ്പൊ മലേഷ്യയിലില്ല. എന്റെ അച്ഛൻ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് പുറത്തു പോയിരിക്കുക, വേറെ കൺട്രിയിലാണ് ഉള്ളത്. അപ്പൊ പിന്നെ ഞങ്ങൾ എങ്ങനെയാ പോകുന്നത്? ഇപ്പോഴൊന്നും മലേഷ്യയിൽ നിന്ന് തിരിച്ചു വരില്ല. ഓഹോ, അങ്ങനെയാണല്ലേ. എങ്കിൽ പിന്നെ നിന്റെ അച്ഛൻ തിരികെ വന്നിട്ട് പിന്നെ ഒരു ദിവസം പോയാൽ മതി, നിർബന്ധിക്കുന്നില്ല അമ്മ. പക്ഷെ ഒരു ദിവസം പോണോട്ടോ, കാരണം മോളുടെ അച്ഛനല്ലേ, മോളുടെ അച്ഛനെ സങ്കടപ്പെടുത്താൻ പാടുണ്ടോ? എന്തായാലും നിന്റെ അച്ഛൻ ദീപാവലിക്ക് നിന്നെ ഫോൺ വിളിക്കൂലോ, അപ്പൊ മോളുണ്ടല്ലോ എനിക്ക് ഫോൺ തരണം. എനിക്ക് നിന്റെ അച്ഛനോടൊന്ന് സംസാരിക്കണം. കല്യാണം കഴിഞ്ഞിട്ട് മാസങ്ങളായില്ലേ, എന്നിട്ട് മരുമകളുടെ അച്ഛനോട് സംസാരിക്കാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല. അങ്ങനെ ഇരുന്നാ ശരിയാണോ? അദ്ദേഹം വിളിക്കുമ്പം എനിക്ക് ഫോണ് തരണം കേട്ടോ, എനിക്കൊന്ന് സംസാരിക്കണം മോളുടെ അച്ഛനോട്, മറക്കരുത് കേട്ടോ. ശരി ആന്റി, തരാം. അതിനിപ്പോ എന്താ എന്നിങ്ങനെ പറയാണ് കേട്ടോ. ഏതായാലും ചന്ദ്ര ഇത്രയും പറഞ്ഞിട്ട് അങ്ങ് എണീറ്റ് പോയി. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതിയും സച്ചിയും കൂടെ കാറിനകത്താണ്. രേവതി വീട്ടിലേക്ക് പോവാണ് കേട്ടോ, സച്ചിയും ഉണ്ട് കൂടെ. എന്നിട്ട് നമ്മുടെ രേവതി പറഞ്ഞു, നിങ്ങൾ എന്താ ഒന്നും മിണ്ടാതിരിക്കാതെ? നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കത്തില്ലേ? നീ എപ്പോഴും ഒരു പക്ഷീനെ പോലെ സംസാരിച്ചോണ്ടിരിക്കുന്ന പോലെ എനിക്കങ്ങ് സംസാരിക്കാൻ പറ്റില്ല. ഞാന് പക്ഷി ആയിക്കോട്ടെ, നിങ്ങളെ പോത്ത് പോത്തിനോട് വേദം ഓതിയിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ ഭാവം കഴിഞ്ഞിട്ടുണ്ട് ആർക്കോ വേണ്ടി വീട്ടിലേക്ക് വരുന്ന പോലെ ഉണ്ടല്ലോ. നിന്റെ വീട്ടിലേക്ക് വരാനുള്ള കൊതിയും കൊണ്ടൊന്നും അല്ല, നിന്റെ വീട്ടിലേക്ക് വരാതിരിക്കാൻ വേറെ വഴിയൊന്നുമില്ലല്ലോ. അങ്ങനെയാണ് എന്റെ വീട്ടിലേക്ക് വരണ്ട, നേരെ അങ്ങോട്ട് വഴി തിരിച്ചങ്ങോട്ട് വിട്. വഴി തിരിച്ചു വിട്. പിന്നെ നീ ആജ്ഞാപിക്കുന്ന പോലെ ചെയ്യാൻ എന്താ? ഞാൻ നിന്റെ വേലക്കാരനോ അല്ലെങ്കിൽ ഡ്രൈവറോ? പിന്നെ നിങ്ങൾ ഡ്രൈവർ ആണല്ലോ. ഞാൻ നിന്റെ ഡ്രൈവർ അല്ല, ഞാനേ ഒരു ഡ്രൈവറാന്ന് എനിക്കറിയാം, പക്ഷെ നിന്റെ ഡ്രൈവർ അല്ല. അച്ഛൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെയും കൊണ്ട് വീട്ടിലേക്ക് പോകുന്നത്, അറിയാമോ? അല്ല, അപ്പോഴേ പോകാൻ പറ്റില്ലെന്ന് നിങ്ങൾക്ക് അച്ഛനോട് പറയത്തില്ലായിരുന്നോ? സുഖമില്ലാത്ത ആളല്ലേ, വിഷമിപ്പിക്കണ്ടെന്ന് കരുതി പറയാതിരുന്ന. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞേനെ. അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടോ മാങ്ങാത്തൊലി കൊണ്ടോ ഒന്നും അല്ല ഞാൻ നിന്റെ വീട്ടിലേക്ക് വരുന്നത്. എനിക്കറിയാം, എന്നോട് സ്നേഹമില്ലെന്ന് എനിക്കറിയാം. കുഴപ്പമില്ല, സ്നേഹിക്കണ്ട. നീ ഒന്നേ മിണ്ടാതിരിക്കും രേവതി. പറഞ്ഞില്ലേ, നിന്റെ വാക്യതുപോലെ കുത്തിക്കേറ്റി വെക്കണം ഞാൻ മിണ്ടാതിരിക്കണേല്, സൗകര്യം തരത്തില്ലാത്തവള് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഡ്രൈവ് ചെയ്തുകൊണ്ടങ്ങ് പോവുക. ഏതായാലും ഇതിനിടയിലാണ് നമ്മുടെ സച്ചിക്കല്ല രേവതിക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കാൻ വേണ്ടി ഒരു ടെക്സ്റ്റൈൽസിൽ നിർത്തുന്നത്. എന്നിട്ട് സച്ചി ദാ പിടിക്കുക, അച്ഛൻ തന്നെ കാശാ, പോയി ഡ്രസ്സ് എടുത്തിട്ട് വാ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. അപ്പൊ സച്ചിയേട്ടൻ വരുന്നില്ലേ? ഞാൻ വരുന്നില്ല. എന്തിനു ഞാൻ അങ്ങോട്ടേക്ക് വരുന്നത്? പിന്നെ ക്യാഷ് കൊടുത്ത് ഡ്രസ്സ് എടുക്കാനായിട്ട് അവളെ പറഞ്ഞു വിടൂ എന്നല്ലല്ലോ അച്ഛൻ പറഞ്ഞത്. നീ കൂടെ ചെന്ന് അവൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കണം എന്നല്ലേ അച്ഛൻ നിങ്ങളോട് പറഞ്ഞത്? ഓഹോ, എന്നിട്ട് വരാതിരിക്കല്ലേ? എങ്കിൽ പിന്നെ ഞാൻ അച്ഛനോട് പോയി പറയാം. ഞാൻ പറയുമ്പം സമാധാനാവൂല്ലോ നിങ്ങൾക്ക്? എന്റെ പൊന്നോ, ഞാൻ വരാം, ഒന്ന് കീറി ചെല്ലാൻ പറഞ്ഞു. ലാസ്റ്റ് നമ്മുടെ സച്ചിക്ക് ടെക്സ്റ്റൈൽസിലേക്ക് കയറി ചെല്ലാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായിട്ടോ. അങ്ങനെ നമ്മുടെ സച്ചി അകത്തേക്ക് കയറി പോവുകയാണ് രേവതിയുടെ കൂടെ. അങ്ങനെ രേവതി അകത്തേക്ക് ചെന്നു. അപ്പൊ ഒരു സെയിൽസ് ഗേൾ വന്നിട്ട്, നമസ്കാരം ചേച്ചി, എന്താ വേണ്ടത്? അത് പിന്നെ സാരി വേണമായിരുന്നു. സാരിയുടെ സെക്ഷൻ ഇവിടെ അല്ല കേട്ടോ, ദേ അവിടെ, അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞു. പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് നേരെ നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് പോയിട്ടോ, സച്ചിനെ കൊണ്ടാട്ടോ പോകുന്നത്. അങ്ങനെ അവിടെ ഒരു സെയിൽസ് ഗേൾ അല്ലായിരുന്നു, സെയിൽസ് മാൻ ആയിരുന്നു. അപ്പം ആ ഒരു ചേട്ടൻ പറഞ്ഞു, ബാ മേഡം, ഏത് സാരിയാ വേണ്ടത്? ഞാനിപ്പൊ പറയാമേ എന്നും പറഞ്ഞു ഓരോ സാരി ഇങ്ങനെ ചൂണ്ടിയൊക്കെ കാണിക്കുകയാണ്. അപ്പൊ അയാൾ പറഞ്ഞത്, ഇതൊക്കെ പുതിയതായിട്ട് വന്ന കളക്ഷൻസ് ആണ്, ഇതൊക്കെ മേഡത്തിന് നന്നായിട്ട് ചേരും മേഡം ഇതൊന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി മാറി ഫോണിൽ കുത്തിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, നിങ്ങൾ എന്താ മാറി നിൽക്കുന്നത്? വന്ന് സെലക്ട് ചെയ്തതാ. ഞാൻ എന്തിനാ സെലക്ട് ചെയ്തു തരുന്നത്? നിനക്ക് വേണ്ട സാരി നീ അങ്ങ് സെലക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ രേവതി ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയി. അപ്പോഴത്തേക്കും അയാൾ വീണ്ടും ഓരോ സാരിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്. ഇത് നോക്ക് മേഡം, ഇത് നല്ല ഡിസൈൻ അല്ലേ? അതെ, ഇത്ര വിലയുടെ വേണ്ട, ഇതിനേക്കാളും കുറച്ചും കൂടെ വില കുറഞ്ഞത് മതി എന്ന് പറഞ്ഞു. ഉണ്ടല്ലോ മേഡം, ഇത് നല്ല സാരിയാ മേഡം, ഇത് നല്ല കളറാ, മേഡത്തിന് നന്നായിട്ട് ചേരുന്നുണ്ട്. അയ്യോ, ഇത്രയും വേണ്ട, ഇത്രയും വിലയുടെ വേണ്ട. അപ്പം പിന്നെ ഇത് നോക്കിയേ, ഈ സാരി മേഡത്തിന് നന്നായിട്ട് ചേരും, ഉടുത്താലുണ്ടല്ലോ അടിപൊളി ലുക്കായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി അത് നോക്കി, അവര് നോക്കിയിട്ട് പറഞ്ഞു, ഇതെനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ സാരി ഇങ്ങനെ മാറി അയാൾ എടുത്തു കൊടുക്കുന്നു. അതിനിടയിൽ നമ്മുടെ സച്ചിയുടെ അല്ല രേവതിയുടെ തോളിൽ ഇങ്ങനെ വെച്ച് നോക്കുന്നു, മാച്ചാണോ എന്നൊക്കെ. എന്നിട്ട് ഓരോ ഓരോ ഇത് പുകഴ്ത്തുകയാണ് നമ്മുടെ രേവതിനെ. ഇത് നല്ലതാണ്, ഇതിടുമ്പോ സിനിമ നടീനെ പോലെയുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്നൊക്കെ പറയും. ഇത് സച്ചി ഓട്ടക്കണ്ണിട്ട് കാണുന്നുണ്ട് കേട്ടോ. ചെറിയൊരു കുശുമ്പ് നമ്മുടെ സച്ചിക്ക് തോന്നുന്നുണ്ട്. കാരണം സാരിയൊക്കെ വെച്ച് നോക്കുമ്പോ അങ്ങോട്ട് സഹിക്കുന്നില്ല കേട്ടോ.
അതിന്റെ ഇടയ്ക്ക് നമ്മുടെ സച്ചി ഇതെന്താ കുറെ നേരം ആയില്ല പൊട്ടെന്ന് നോക്കിയിട്ട് സമയം പോകുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോഴത്തേക്കും അടുത്തൊരു സാരി എടുത്തിട്ട് അയാൾ പറഞ്ഞു ഈ സാരി തീർച്ചയായിട്ടും മേഡത്തിന് ഇഷ്ടപ്പെടും. ഇപ്പൊ ഇറങ്ങിയ സിനിമയിലെ നായികമാരെ ഈ സാരി ഉടുത്തിട്ടുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഇതെടുത്ത് മേഡത്തെ കണ്ടാലേ സിനിമാ നടിമാര് തോറ്റുപോകും മേഡം, ഇതൊന്ന് നോക്ക് വെച്ച് നോക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ടങ്ങ് കാണിക്കുകയാണ്. അപ്പം ഇയാളുടെ ഈ വർത്താനമൊക്കെ കേട്ടിട്ട് സച്ചിക്ക് അങ്ങ് സുഖിക്കുന്നില്ല കേട്ടോ. ലാസ്റ്റ് കുറെ ഇങ്ങനെ തപ്പുന്നത് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് കലി വന്നു. സച്ചി ഇങ്ങനെ നോക്കി നിൽക്കുക. സച്ചി ഇങ്ങ് വന്നിട്ട് നിനക്ക് എന്താ ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ലേ, കടയിലുള്ളത് എല്ലാം എടുത്ത് നിന്റെ മുന്നിലിടണോ, എന്നാലേ നിനക്ക് ഇഷ്ടപ്പെടുത്തല്ലോ, ദേ ഈ സാരി ഇങ്ങെടുത്തേ എന്ന് പറഞ്ഞിട്ട് ഒരു സാരി എടുത്തു. ഒരു സാരി എടുത്തിട്ട് ഇത് മതി, ഇതാ നിനക്ക് ചേരുന്നതെന്ന് പറഞ്ഞു. ഇതെടുത്താ മതി എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ രേവതിക്ക് സന്തോഷമായിട്ടോ. രേവതി സച്ചി എടുത്ത് തന്നെ സാരിയല്ലേ, രേവതിക്ക് സന്തോഷം ആകാതിരിക്കോ? രേവതിക്ക് ഭയങ്കര സന്തോഷം. രേവതി പറഞ്ഞു ഈ സാരി മതി ചേട്ടാ. അല്ല ഈ സാരിനേക്കാൾ നല്ലത് ഈ സാരിയാ മേഡം, ഈ സാരി ഇച്ചിരി പഴയതാ. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു വേണ്ട എനിക്ക് ഈ സാരി മതി. അല്ല വേറൊരു സാരി ഉണ്ട് കേട്ടോ, അത് കൊടുത്താലും സിനിമാ നടിനെ പോലെ ഇരിക്കും കേട്ടോ എന്ന് പറയുമ്പോൾ സച്ചി ദേഷ്യം വന്നിട്ട് അതെ അത് നിന്റെ കെട്ടുകൾക്ക് കൊണ്ട് കൊടുത്താൽ മതി, ഇവക്കെ എനിക്കറിയാം എന്താ എടുത്ത് കൊടുക്കേണ്ടതെന്ന്. അപ്പൊ രേവതി വിളിച്ചു, രേവതി ഇത് നിനക്ക് ഇഷ്ടമല്ലേ? ഇത് മതി സച്ചേട്ടാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കുമാണ് രേവതി പറഞ്ഞത് സച്ചേട്ടൻ ഏത് സാരി എടുത്തു തന്നാലും എനിക്കത് ഇഷ്ടമാ, സച്ചേട്ടൻ മനസ്സറിഞ്ഞെടുത്ത് തരുന്നതല്ലേ, എനിക്കത് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് നാളത്തോടു കൂടി നിൽക്കുക നമ്മുടെ സച്ചി എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഇതിനിടയിലാണ് നമ്മുടെ രേവതി പറഞ്ഞത് അതെ എനിക്ക് സാരി എടുത്തു, സച്ചേട്ടന് ഷർട്ട് എടുക്കണ്ടേ? അപ്പൊ സച്ചി പറഞ്ഞു പിന്നെ എനിക്ക് ഷർട്ടൊന്നും വേണ്ട. അയ്യോ പറ്റില്ല, ദീപാവലിക്ക് സച്ചിയേട്ടൻ പഴയതിടാനോ? സച്ചിയേട്ടൻ ഡ്രസ്സ് എടുക്കണം. അതെ ജെൻസിന്റെ സെക്ഷൻ ഏതാ? അത് മേളിലാ, അവിടെ പുതിയ സിനിമയിലെ നായകനത്തെ അടിപൊളി ഡ്രസ്സാണെന്ന് പറഞ്ഞപ്പോ സച്ചി പറഞ്ഞു ദേ മര്യാദ ഇരിക്കണം, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് എടുത്തോളാം, ബാ അങ്ങോട്ടേക്ക് പോകാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ രേവതിയുടെ കൂടെ ആ ഷർട്ട് എടുക്കാൻ വേണ്ടി നമ്മുടെ സച്ചി അങ്ങ് പോവുകയാണ് കേട്ടോ. ഷർട്ട് എടുക്കുന്ന സീനൊന്നും കാണിക്കുന്നില്ല, വീണ്ടും ഇവര് കാറിൽ പോകുന്ന സീനാണ് കാണിക്കുന്നത്. രേവതിക്ക് ഭയങ്കര സന്തോഷമായി, രേവതി ചിരിക്കാണ് കേട്ടോ നമ്മുടെ സച്ചിയുടെ മുഖത്ത് നോക്കി. അപ്പോഴത്തേക്ക് സച്ചി വെച്ച് നീ എന്തിനാ ചിളിച്ചോണ്ടിരിക്കുന്നത്, ചിളിക്കാൻ എന്താ, ഇവിടെ ഞാൻ വല്ല കോമഡിയും പറഞ്ഞോ? ഹേയ് അതൊന്നുമല്ല, കോമഡി ഒന്നും പറഞ്ഞില്ല, എങ്കിലും സച്ചേട്ടൻ എനിക്ക് സാരി സെലക്ട് ചെയ്ത് തന്നില്ലേ, എന്തോ എനിക്ക് ഭയങ്കര സന്തോഷമായി സച്ചേട്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എന്നെ ഒന്ന് ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകുമോ? മനുഷ്യന് ചിരിക്കാനും പാടില്ലേ? അല്ല ചിരിക്കുന്നവർക്കൊക്കെ വട്ടാണെങ്കിൽ പിന്നെ എന്നെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകാലോ. അതൊക്കെ പോട്ടെ, ഞാനിപ്പോ ഭയങ്കര സന്തോഷത്തില, അതും കൊണ്ടാണ് ഞാനിങ്ങനെ ചിരിച്ചോണ്ടേയിരിക്കുന്നത്. ഒത്തിരി സന്തോഷമായി സച്ചേട്ടാ, ഇനി സത്യം പറഞ്ഞാലും എനിക്ക് ചത്താലും കുഴപ്പമില്ല, അതുപോലെ സന്തോഷമായി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ സച്ചി ഇതൊക്കെ കണ്ടിട്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. അപ്പൊ ആ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാൻ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചു നിർത്തുന്നു. നെക്സ്റ്റ് നായരുടെ ഭാഗത്തിന്റെയും കഥയുമായിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.